العاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا صدق الله العظيم. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ 10 മിനിറ്റ് ഉദ്ദേശിക്കുന്നത് സത്യത്തിനെ സംബന്ധിച്ചാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒന്നാണ് സത്യം ചെയ്യൽ. എന്നൊരു കാര്യം ശരിയാവണമെങ്കിൽ സത്യം ചെയ്യും, ഇല്ലേ? ആ സത്യം ആരെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് കുറഞ്ഞ സമയം സംസാരിക്കുന്നത്. ഉള്ളടത്ത് തങ്ങൾ അടുത്ത സയ്യിദ് മദനി അദ്ദേഹത്തിൻ്റെ ഹക്ക് കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെയാണോ എന്നൊരുത്താൻ പറയില്ല, പാടില്ല. ഉപ്പാനെ കൊണ്ട് സത്യം ചെയ്യാന്ന്, എൻ്റെ ഉപ്പാന്റെ കൗത്താണ്, എന്നെ 4 മക്കളെ കൗത്താണ്, പാടില്ല. കാബത്തിനെ തന്നെയാണോ? സത്യം ആരെ കൊണ്ട് മാത്രമാവണം? അല്ലാഹുവിനെ കൊണ്ട്. അത് മാത്രം സത്യത്തിലേക്ക് പറ്റിയാണ്. മഹീദ് ഷേഖുമല്ല, റിഫായി ഷേഖുമല്ല, ആരും അല്ലാഹു. ആ സത്യം അല്ലാഹുവിനെ കൊണ്ട് നീ ചെയ്യണം. അല്ലാഹു പറയുന്നു അങ്ങനെ സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് വലാ തജഅലുല്ലാഹ ഉറുദത്തൻ ലിഐമാനിക്കും, അല്ലാഹുവിനെ നിങ്ങൾ ആക്കണ്ട. ഉറുദത്തൻ പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഒരു കുന്ത, ഒരു നാട്ടക്കുറി. ലിഐമാനിക്കും, നിങ്ങളെ സത്യത്തിലേക്ക് തൊട്ടതിലേക്ക് പിടിച്ചിട്ട് അല്ലാഹുവിനെ തന്നെയാണ്, അല്ലാഹുവിനെ തന്നെയാണ്, അല്ലാഹുവിനെ തന്നെയാണ് പറയണ്ട. സത്യത്തിനിട്ട് ഇന്ന സാധനം അല്ലാഹുവിനെ തന്നെയാണ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ചെയ്തെങ്കിൽ അതിനെക്കുള്ള ചില കഫാറത്തുകളെല്ലാം ഉണ്ട്. ഇപ്പൊ സത്യം ചെയ്യാൻ പാടില്ല, അല്ലാഹുവിനോടല്ല. അല്ലാഹുവിലേക്ക് മറ്റെന്ത് സാധനങ്ങളെ കൊണ്ടും സത്യം ചെയ്യാം, പ്രശ്നമില്ല. ആ ഒരു സത്യമാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. വല്ലാദിയാതി വബ്ഹൻ ഫൽമൂരിയാതി ഖദ്ഹൻ ഫൽമുഗീറാതി സുബ്ഹാ ഫഅഥർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ. ഇതാണ് സത്യം. ആ വല്ലാദിയാതി എന്ന് പറഞ്ഞെങ്കിൽ കുതിരകളെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നു. കുതിര ഒരു അത്ഭുതപ്പെട്ട ഒരു സാധനമാണ്. ഇവിടെ ജമാഅത്തിലെ ആൾക്കാർക്കും കുതിര ഉണ്ടാവില്ല. കുതിരന്റെ നൃത്തം നിങ്ങൾ എല്ലാം മനസ്സിലാക്കി നോക്കണം. 3 കാല് കൊണ്ട് നിൽക്കുന്നത്, 4 കാല് കൊണ്ട് നിൽക്കുന്നത് വളരെ കുറവാണ്. 3 കാല് കൊണ്ടിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? പട്ടത്തിലെല്ലാം കണ്ടില്ല. കുതിരനെ തന്നെയാണ് സത്യം അല്ലാഹു സത്യം ചെയ്തത്. എങ്ങനെയുള്ള കുതിര? ആ കുതിര ഇങ്ങനെ ലബ്ഹൻ എന്ന് പറഞ്ഞ ലബ്ഹൻ. ആ കുതിര ഒരു വാട്ട ഓടുന്ന അവസരത്തിൽ അതിന്റെ ബായിൽ നിന്നിട്ട് ഒരു ശബ്ദം ഇങ്ങനെയുള്ള പുറപ്പെടുന്ന ആ കുതിരനെ തന്നെയാണ് സത്യം. ഇത് ഞമ്മ സൂറത്ത് നിസ്കരിക്കുമ്പോൾ എപ്പോഴും ഉസ്താദ് ഓതുന്നത് വിഷയാധികരിക്കലാണ്. ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞതിന് പിന്നെ അത് മനസ്സിലാവും. ഓതുമ്പോൾ അർത്ഥം ഓർമ്മയാവും, വേറെ കാര്യം ഓർമ്മ വരില്ല. അപ്പൊ ആ കുതിര ഓടുമ്പോ അതിന്റെ വായിൽ നിന്നിട്ട് അത് ഒരു മിനിറ്റിന് എത്ര പ്രാവശ്യം ആ ശബ്ദം വരുന്നെന്നും അതല്ല എത്ര സെക്കൻഡിൽ എത്ര എന്നല്ല പല കണക്കതിൻ്റെ ഫസിലിങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ സമയമില്ല. അപ്പൊ വല്ലാദിയാതി വബ്ഹൻ ഫൽമൂരിയാതി ഖദ്ഹൻ, അതിലേക്കുള്ള ഓടുന്നതിന്റെ സ്പീഡ് കൊണ്ട് ഈ കാലിലേക്കുള്ള അകിടുകളുണ്ടല്ലോ, ഇവിടെ കാലില്ലേ, അത് അടിക്കും കല്ലിലേക്ക്. തന്നെ അത് ഇങ്ങനെ അടിച്ചു കളയും. അപ്പോൾ അവിടെ തീ ഉണ്ടാവും. കല്ലിലേക്ക് മുട്ടുമ്പോ തീ കത്തുന്നില്ലേ? അതുപോലെ ഈ ഒട്ടകം ഓടുന്ന അവസരത്തിൽ അതിലേക്ക് മുട്ടുമ്പോ അവിടെ തീ ഉണ്ടാവുന്നു. തീനെ കത്തിക്കുന്ന കുതിരനെ തന്നെയാണ് സത്യം. ഈ കുതിരയുടെ യുദ്ധത്തിലേക്ക് വേണ്ടി രാത്രിയെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ്
സുബഹ് നമസ്കാരത്തിന്റെ ആ സുബഹി സമയത്താണ് ഇത് ഓടുന്നത് യുദ്ധത്തിലേക്ക് വേണ്ടിയിട്ട്. എനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഇങ്ങനെ പൊന്തിച്ചിട്ട് വെക്കുന്നത്. എപ്പോഴാണ് എന്ന് ഓടാൻ വേണ്ടി പറയുന്നത്, അപ്പൊ ഓടാൻ വേണ്ടി റെഡി ആയിരിക്കുന്നത് എന്റെ അർത്ഥം. അങ്ങനെ ഈ കുതിരകൾ എന്താക്കുന്നത്, ഇതിന്റെ മുതുവിലിരുന്ന ആ കുതിരന്റെ മുതലാളിയില്ലേ, അവനോട് കൂടെ ആ കുതിര യുദ്ധം ചെയ്യുന്ന സ്ഥലത്തിന്റെ അകത്ത് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി 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 നോക്കുമ്പോ ഈ ധൂളെല്ലാം ഇങ്ങനെ പാറിയിട്ട് ഒരുത്തിനെ പിന്നത്തിന് കാണില്ല. ആ നിലക്ക് ധൂളിനെ പാറിപ്പിക്കുന്ന കുതിര പട്ടെടുത്തിട്ട് ഇത് അള്ളാഹു സത്യം ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഒരാജാതി പൊതു ഒരാജാതി മൊബഹൻ ഫൽമുരിയാതി ഖദഹൻ ഫൽമുഗിറാതി സുബ്ഹൻ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ. അവരുടെ നടുവിൽ പോയിട്ട് പെട്ടടും. എന്നിട്ട് ഈ സത്യജീവിതം ഒന്ന് പറയുന്നത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂൻ. ഇന്നൽ ഇൻസാന മനുഷ്യൻ, ലിറബ്ബിഹി അവന്റെ റബ്ബിനിക്ക്, ലിഖാലിഖിഹി ലിറാസിഖിഹി എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അല്ലാഹുവിനിക്ക് 99 പേരുണ്ട് അല്ലേ? യാ അല്ലാഹു, യാ റഹ്മാനു, യാ റഹീമു, യാ മലിക്കു, യാ ഖുദ്ദൂസ്, യാ സലാം, ഇങ്ങനെ പറഞ്ഞിട്ട് 99 പേരുണ്ടെങ്കിലും അല്ലാഹു തആല അവിടെ പറഞ്ഞതിൽ റബ്ബ്, അവന്റെ റബ്ബ്. റബ്ബ് എനക്കും പറയാം, നിനക്കും പറയാം. അതിന്റെ തർബിയത്താക്കുന്ന ആള് കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, എന്റെ ഉമ്മനെയും എന്നെ എങ്ങനെയാണോ അവർ ചെറുപ്പത്തിൽ വളർത്തിയത്, എനിക്കാണ് റബ്ബ് എന്ന് പറയുന്നത്. ഉമ്മമാർ വളർത്തുന്നില്ലേ നമ്മളെ, അതുപോലെ എന്റെ ഉമ്മമാരെ നീ രക്ഷപ്പെടുത്തണം. അപ്പൊ റബ്ബ്. ഇന്നൽ ഇൻസാന മനുഷ്യൻ, ലിറബ്ബിഹി അവന്റെ റബ്ബിലേക്ക്. ഏടുന്ന് സ്റ്റാർട്ടാകുന്നത് ഈ റബ്ബിന്റെ അള്ളാന്റെ ഡ്യൂട്ടി. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ചേർച്ച ചെയ്യാൻ വേണ്ടി ഓർ തമ്മിൽ ബന്ധപ്പെടുന്ന അവസരത്തിൽ നിന്റെ മുതുവിലുള്ളതായിരിക്കുന്ന അണുക്കളിൽ നിന്നുള്ള കോടിക്കണക്കിനുള്ള അണുക്കൾ ആണ് പായുന്നു. ഭയങ്കര സ്പീഡിൽ പായുന്നു. ആ പെണ്ണുങ്ങൾക്കുള്ള പള്ളേറ്റുള്ളത് ഒരു മുട്ടയുണ്ട്. ഈ മുട്ടയുടെ അടുത്തേക്ക് പായുന്നു. നേരത്തെ ഭാര്യ സ്മാർട്ട് കാണുന്നത് തന്നെ. അപ്പൊ ഞാൻ ആള് സ്മാർട്ട്. അപ്പൊ നീ അന്ന് പാഞ്ഞിനെ നീ എന്നൊരു സ്മാർട്ടിലേക്ക് പോകും. ഈ ഇത്തര അണുക്കൾ പായുന്ന ആ ഒരു മുട്ടിനെ വിചാരിച്ചിട്ട് പോകുമ്പോ അവിടെ ഒരു 10,000 മുട്ട ഉണ്ടെങ്കിൽ എത്ര മക്ക ജനിക്കുമതിൽ? 10,000 ജനിക്കൂലേ? ചിലപ്പോ 2 ആയിരുന്നു, 3, 4, ഞങ്ങളുടെ അപ്പുറമൊന്നുമില്ല. അത് ഇല്ലത് അത്തരം. അപ്പൊ വേണ്ടിയത് അവിടെ അള്ളാഹു വെച്ച് അവിടുന്ന് തർബീയത്താക്കാൻ തുടങ്ങി. ആ ഉമ്മാന്റെ ഗർഭശയത്തിന്റെ ഉള്ളിലേക്ക് ഈ അണ്ട പോയിട്ട് എത്തിയിട്ട് 2 ആളോട് ഒരുമിച്ച് കൂടിയിട്ടാവുമ്പോ തുടങ്ങി അള്ളാന്റെ തർബീയത്ത്. ഒരു 10 നാൾ കഴിയുമ്പോൾ 40 നാൾ കഴിയുമ്പോൾ 3 മാസം കഴിയുമ്പോഴൊന്നും അങ്ങനെ പോയിട്ട് ഇതിനെ തർബീയത്താക്കാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് ആ ഉമ്മാന്റെ ഹൈലി രക്തം എന്ന് പറയുന്ന രക്തം ഇതോടുകൂടി കട്ടാന്ന് പിന്നെ പോകുന്നില്ല. ആ രക്തത്തിന് അവിടെ അള്ളാഹു ഉറപ്പിക്കുന്നു. അങ്ങനെ മിടുക്കായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് പിന്നെ ഇങ്ങനെ മുള്ളെല്ലാം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ലാപ്ടോപ്പ് നോക്കണേ ഈ പഠിച്ച് ഈ മുള്ളിലേക്ക് ഇറച്ചെല്ലാം ഇങ്ങനെ അള്ളാഹു പറ്റിക്കുന്നു. വേണ്ടത് ഒരു ബാറ്റിനോട് ഇത്തിരി ഇറച്ചി പറ്റിക്കുന്നില്ല. ചന്തിത് 2 സൈഡിൽ പറ്റിക്കുന്നു ഇറച്ചി. ഇല്ലെങ്കിൽ ബൈക്കിൽ പോകുന്നത് ഇരിക്കാൻ കഴിയുമോ? കൊണ്ടുപോകാനാണ്. അങ്ങനെ തർബീയത്താക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന് എന്തും അറിയില്ല. അതിൻ്റെ ഉള്ളിൽ കാതും കേൾക്കല, കണ്ണും കാണല. അതിൻ്റെ ഉള്ളിൽ ആടത്ത് പുറത്തേക്ക് വരുമ്പോഴാണ്
ഈ സംസാരിക്കുന്നതും കാത് കേൾക്കുന്നു കണ്ണ് കാണുന്നതിന്റെ സുഖം. അപ്പൊ എന്താക്കണം, ആ കിടാവിന്റെ കാതിലേക്ക് നീ പാമ്പ് കൊടുക്കണോ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, മോനെ നിന്നെ തർബിയത്താക്കിയതായ രാജാതിരാജാവായ റബ്ബ് എത്ര കാലം നിന്നെ തർബിയത്താക്കി കൊണ്ടുവരുന്നു. ആ റബ്ബിനിക്കുള്ള പേരാണ് അല്ലാഹു അക്ബർ. അല്ലാഹു വലിയ റബ്ബാണ്. കൊടുക്കും ഇങ്ങനെ ആദ്യം കേൾപ്പിക്കുന്നു. നമ്മളുടെ നാട്ടില് ചിരിക്കണ വളരെ പോകും, ചിലതും കയ്യല്ല. ഇവര് ഹോസ്പിറ്റലിൽ പ്രസവിപ്പിക്കുമ്പോ കണ്ടില്ല, നാട്ടില് പ്രസവിക്കുമ്പോ കിടാവ് ആ തണ്ണിങ്ങനെ കിടാവ് ആണ് കിടാവാണെങ്കിൽ ഈ കാത്തോണ്ടിരിക്കും, ആണാ പെണ്ണാണ് പുറത്ത് നിന്നിട്ടില്ലേ, വീട് വെച്ചത് കാത്തോണ്ട് തെറ്റാ ആയ കേട്ടോണ്ട് ആണുകിടാവാണെങ്കിൽ അവൻ പോയിട്ട് മൂസ ഉണ്ട്, മൂസന്റെ ഓള് പ്രസവിച്ചത് ആണും കുട്ടിയാണ്, പെണ്ണാങ്കിൽ പെണ്ണെന്ന് പറയും. അന്ന് അങ്ങനല്ല. ഞാൻ പറയണ വേണ്ടേ, നമുക്ക് പറയണ വേണ്ടേ, ഉള്ളുന്ന് കിടാവ് ആണെന്നാകുമ്പോ ഈ പ്രസവിപ്പിക്കുന്ന പെണ്ണിന് അടന്ന് ചെല്ലുന്ന പൊക്കാൻ ചെല്ലി ആണെന്നായിരിക്കും ചെല്ലും ഇല്ലേ. പൊക്കാന്ന് കേൾക്കുമ്പോ ഓൻ അറിഞ്ഞി കിടാവാണ്. പെണ്ണ് കിടാവിനെയാണ് പൊക്കി, അപ്പൊ അവനിക്ക് മനസ്സിലായി പെണ്ണ് കിടാവും. ഇതാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ഞാൻ അങ്ങനൊന്നും പറയലില്ല, ഇങ്ങനെ ഞാൻ സ്വന്തം ആളായത് കൊണ്ട് പറഞ്ഞു. അങ്ങനെ ആ കിടാവിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമുന ശൈഅ. നിങ്ങൾക്കുള്ള ഉമ്മാന്റെ ഗർഭശയത്തിന്റെ ഉള്ളിൽ അല്ലാഹു നിങ്ങളെ പുറത്താക്കുമ്പോൾ ഒരു ശൈഅ നിങ്ങൾക്ക് അറിയില്ല. എന്തറിയില്ല? ഈ ഉമ്മാന്റെ ആ മുലപ്പാലിനെ ആദ്യം കിടാവിലേക്ക് പായി ഇട്ടിട്ട് തൊട്ടിന് അതിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് കൊടുക്കണോ, ഇല്ലെങ്കിൽ കുടിക്കണം അറിയുന്നില്ല. ആ വലിയ കുടിച്ചത് അള്ളാഹു ചോദിക്കുന്ന ആ പാല് ഇടുന്നു. നമ്മളെ പെണ്ണുങ്ങൾ എന്താക്കണം, സുറുവിന്റെ പാലിനെ പിഴിഞ്ഞിട്ടെടുത്തിരുന്നില്ലേ ചില പെണ്ണുങ്ങൾ, അങ്ങനെയല്ലേ ചില നാട്ടില് ഇല്ലേ, പാടില്ല. ആ പാലിലാണ് എല്ലാ വിറ്റാമിനും ഉള്ളത്. ആ മുലപ്പാലിനെ കിടാവിലേക്ക് കുടിപ്പിക്കണോ. ചിലതിനെ തുഞ്ഞിട്ട് പിന്നത്തെ പാല് കൊടുക്കുന്നല്ല. ആ പാല് ഏടുന്നത് ആ മുലനെ മുറിച്ചെങ്കിൽ ചോരല്ലേ വരുന്നത്, പാല് വരുന്ന അത് കിടന്നു വന്നു. ആ പാലിനൊരു മധുരമുണ്ട്, അത് കിടന്നു വന്നു. പഞ്ചായത്തിന്റെ ഫാക്ടറി അതിൻ്റെ ഉള്ളിലുണ്ടാ. ആ പാലിക്ക് കുറച്ച് ചൂടുണ്ട്, തണുത്ത പാല് കിടാവുമ്പോൾ ശീതായി പോകും. ആ ചെറിയ ചൂടുള്ള പാലാണ് എന്ത് ഹീറ്ററിൽ ചൂടാക്കിയത്. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ അവന്റെ റബ്ബിക്ക് നീക്ക് ചെയ്തതായിരിക്കുന്ന ആ നിഅമത്തിനെ അവൻ കുഫ്രാനിയത്ത് കാണിക്കുന്ന ശുക്ർ ചെയ്യുന്നില്ല. അല്ലാഹു ഞങ്ങളെ ശാകിരീങ്ങളിൽ അല്ലാഹു പെടുത്തി തരട്ടെ. വളരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എത്ര ശുക്ർ അല്ലാഹു തആല ചെയ്യുന്ന ഒരു മൂത്രത്തിന് ബാത്റൂമിലൊക്കെ പോയിട്ട് വരുമ്പോ സിഗരറ്റ് വലിച്ചോണ്ട് പഞ്ചനെയും കണ്ടാൽ വരുന്നേ. എനക്കൊരു മൂത്രം വന്നു വണ്ടിയിൽ വരുമ്പോ, മലപ്പുറത്ത് വരുമ്പോ മൂത്രം പോകുന്നില്ല എന്നാവുമ്പോ ഇതിന്റെ വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. എന്തെല്ലാം അയാടുന്നൊരു ബസ്സിന് കയറിയപ്പോ ബസ്സിന്റെ നേരി ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണം, നിൽക്കുന്നില്ല. എന്തെല്ലാം ആക്കിയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ട് അവിടെ പോയിട്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് പിന്നെ ഇതെല്ലാം ആക്കിയിട്ട് മാത്രമേ ആക്കിയിട്ട് മൂത്രം വീട്ടി ശരിയാകും. ഒരു മിനിറ്റിലാവുമ്പോൾ 15,000 രൂപ 5,000 രൂപ ബില്ല് ഒരു മൂത്രം വീട്ടിയ അല്ലേ? അല്ലത് അതുകൊണ്ട് അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞ മക്കളെ,
നിങ്ങൾ മൂത്തിരിച്ചതിന് ശേഷം ആ ബാത്റൂമിൽ നിന്ന് കക്കൂസിന്ന് പുറപ്പെടുമ്പോഴേക്കും പറയണം അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ന് ചെന്നപ്പ വലിയൊരു നിഅമത്ത് കിട്ടിയെങ്കിലല്ലേ, ഇല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന ഇല്ല. അപ്പൊ അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനേക്കാണ്. എങ്ങനത്തെ അല്ലാഹ്? അദ്ഹബ അന്നിൽ അദാ വഅഫാനി. എന്റെ ഈ മുള്ളുന്ന് കല്ലെല്ലാം ഉണ്ടായ എന്റെ ഇടന്ന് ആ മൂത്രത്തിനും കാഷ്ടത്തിനെല്ലാം പുറത്തേക്ക് പുറപ്പെടിച്ചതായിരിക്കുന്ന ആ റബ്ബുൽ ഇസ്സത്ത് അവന് ഞാൻ സ്തുതിക്കുന്നു എന്ന് പറയണം. നീ പറഞ്ഞ ഞാൻ ഓർമ്മ ഞാൻ ചെന്ന് അത് പഠിക്കും ഉസ്താദിനോട് കേട്ടു. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി എന്ന് പറയാൻ വേണ്ടി ആദരവാക്കപ്പെട്ട റസൂലുള്ളാഹി കൽപ്പിച്ചതാണത്. അപ്പൊ ഈ മൂത്രം വീഴ്ചിട്ട് പോകുന്ന അതും വലിയ ഒരു നിഅമത്താണ്. അല്ലാഹു പറയുന്നു ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. നിന്റെ റബ്ബ് ചെയ്ത നിഅമത്തിലേക്ക് നീ ശുക്ർ ചെയ്യുന്നില്ല. മൂത്രിച്ചിട്ട് നീ അൽഹംദുലില്ലാഹ് ചൊല്ലിയിട്ടില്ല, നീ ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാഹ് ചൊല്ലിയിട്ടില്ല, നീ മാത്ര കുടിച്ചിട്ട് അൽഹംദുലില്ലാഹ് ചൊല്ലിയിട്ടില്ല. അതുകൊണ്ടിട്ട് നീ എന്താക്കണം? നിന്റെ എല്ലാ അവസരങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെയ്തതായിരിക്കുന്ന നിഅമത്തിനെ ശുക്ർ ചെയ്യണം. വശാകിറുഹാ യഹ്താജു ശുക്റൻ ലിശുക്രിഹാ വദഅലീക ശുക്റു ശുക്രി യഹ്താജു യശ്കുറു. ഒരു മഹാനർ പാടുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നിഅമത്തിലേക്ക് ഒരു ശുക്ർ ചെയ്തെങ്കിൽ ആ ശുക്ർ ചെയ്തതിലേക്ക് അല്ലാഹു തൗഫീഖ് ചെയ്തില്ലേ? മനസ്സിലായില്ലേ? അതിലേക്ക് പിന്നെ ശുക്ർ ചെയ്യണോ? അതാണ് പറഞ്ഞ പിന്നെ ഒന്നെനിക്ക് ശുക്ർ ചെയ്യേണ്ടി വരും ആ ചെയ്ത നിഅമത്തിലേക്ക് അല്ലാഹു തആല. അപ്പൊ ശുക്ർ ചെയ്യാതെ പറഞ്ഞാൽ അല്ലാഹു തആലയുടെ നിഅമത്തിലേക്ക് ശുക്ർ ചെയ്തു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞത് ഇഖ്റ അലൈഹിൽ ഖുർആൻ. ഇബ്നു മസ്ഊദ് എനിക്ക് കുറച്ച് ഖുർആൻ നിങ്ങൾ ഓതി കേൾപ്പിക്ക് അല്ലേ? അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിക്കുന്നു, കൈഫ അഖ്റഉ അലൈക്കൽ ഖുർആൻ വൽ ഖുർആൻ ഉൻസില ഇലൈക്. ഞാൻ എങ്ങനെയാണ് തങ്ങൾക്ക് ഖുർആൻ തന്നെ ഇറങ്ങിന തങ്ങൾക്ക് ഞാൻ എന്നെ ഓതി ഇറക്കണം? അപ്പൊ ചോദിക്കുന്നു, ഞാൻ മറ്റൊരാളെ ഒത്തുനിന്ന് ഖുർആനെ കേൾക്കലിനെ ഉദ്ദേശിക്കുന്നു. മറ്റൊരാളെ നീ കേട്ടുകൊണ്ടിരിക്കുന്ന ആശാന്ന് പിന്നെ ഒരാൾ കേൾക്കും. അതുകൊണ്ടിട്ട് നമ്മളെല്ലാവരും ഇമാമും ഫാത്തിഹ ഓതുമ്പോൾ അല്ലാഹു അക്ബർ കൈ കെട്ടിട്ട് വജ്ഹത്ത് ഓതിട്ട് നിൽക്കണം. അപ്പം ഇമാം ഫാത്തിഹ ഓതുന്നു. ആ ഫാത്തിഹ ഓതുന്ന സമയത്ത് നമ്മളാരും ഇതാക്കലില്ല, ഫാത്തിഹ ഓതലുണ്ടാകും ഇല്ല, അങ്ങനെ നിൽക്കുന്നു. എന്നിരിക്ക് ഇതാ വലിയ ഖുർആന് നിങ്ങൾ ഓതുന്നത് കേട്ടെങ്കിൽ അതിന് കാത് കൊടുത്തിട്ട് കേൾക്കി. അവിടെ ഇസ്തമാനില്ലെങ്കിൽ അങ്ങനെ കാതിങ്ങനെ കൊടുത്തിട്ട് കേൾക്കണോ? കേൾക്കുന്നില്ല. രണ്ട് സൈസുണ്ട്. പെണ്ണങ്ങ നീരുള്ളി മുറിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ കൊണ്ടൊന്നിനെ കേട്ടോണ്ടിരിക്കുന്നു. ഈല് കത്തി പോയോണ്ടേക്ക് അതൊരു സൈസ് കേക്ക്. അങ്ങനത്തെ കേക്കുകൾ കേൾക്കണം ഈ ഖുർആൻ പറഞ്ഞാൽ. അബൂ ഹനീഫ ഇമാമിനുള്ള മദ്ഹബിൽ ഇമാം മഅ്മൂമിങ്ങൾ ഖുർആൻ ഓതാൻ പാടില്ല. ഇമാം കൈകെട്ടിട്ട് ഫാത്തിഹ ഓതുമ്പോൾ ഇങ്ങനെ നിന്നിട്ട് കാത് കൊടുത്തോണ്ടിരിക്കുന്നു. അത് ആ പെണ്ണ് കാത് കൊടുത്ത പോലെ അവൻ്റെ മച്ചും ചെയ്തിൻ്റെ ചെല്ലുന്നതെന്ന് കാണുമ്പോൾ മുറിച്ച പോലെ കാണുന്നു. കേൾക്കുന്നതിന് കാത് കൊടുത്തോണ്ടേ ഉള്ളോ? ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഞാൻ മറ്റൊരാളൊക്കെ ഞാൻ കേൾക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹിക്ക് അദ്ദേഹം ഖുർആൻ ഓതി കേൾപ്പിച്ചിട്ട് സൂറത്തുൽ നിസാഇന്റെ ഫജീനാ ബിക മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജീനാ ബിക അലാ ഹൗലാഇ ഷഹീദാ
എന്ന ആയത്തിന്റെ അവിടെ എത്തുമ്പോൾ ഹസ്ബുക്കൽ ആൻ സ്റ്റോപ്പ് റസൂൽ പറഞ്ഞത്. അപ്പൊ ഫറഅതു ഞാനിങ്ങനെ മുഖം നോക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ കണ്ണിലെ കൂടി ഇങ്ങനെ ധാരധാരയായിട്ട് വെള്ളം ഒഴിക്കുന്നു. ഇത് പിന്നെ ഒരാളെ ഒക്കെന്ന് വഴി കേൾക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കുന്നവർക്കാ 12 മിനിറ്റ് 20 മിനിറ്റ് ഞാൻ കരുതിയില്ല. ഇനി 8 മിനിറ്റ് ചെല്ലാതെ എൻ്റെ പെട്രോളിന്റെ പൈസ ഉണ്ട്, ഇല്ലെങ്കിൽ നഷ്ടമായി പറഞ്ഞു. അപ്പൊ ലോകത്തിലുള്ള എല്ലാ അമ്പിയാക്കന്മാരെയും അവർക്കുള്ള ഉമ്മത്തുകളെയും മഹ്ശറയിൽ കൊണ്ടുവരപ്പെടും. അപ്പോ അവർക്ക് എല്ലാവർക്കും തങ്ങൾക്ക് ഷാഹിദായിട്ട് എത്തിക്കുന്ന ഒരു ദിവസം എനിക്ക് വരാനുണ്ട്. ആ ദിവസം അല്ലാഹു എനിക്ക് തന്നതിനെ ഞാൻ ശുക്ർ ചെയ്യുന്നു. അതുകൊണ്ട് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത് എന്നെ ഇതിന്റെ അപ്പുറത്ത് വിഷയം അതിന്റെ മേലെ സാക്ഷിയാണ്. അവൻ അലാ ഹുബ്ബിൽ ഖൈരി ലശദീദ്. അവൻ അലാ ഹുബ്ബിൽ ഖൈരി, മുതല് പൈസ സ്വത്ത് ഡ്രസ് ഉണ്ടാക്കുന്നതിന്റെ മേല് അത് ലശദീദ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായി. എന്നിട്ട് അതിനെ പറഞ്ഞത് അതിന്റെ പേന നമുക്ക് 12 മണി അധികമായി തോന്നിയിട്ട് അതുകൊണ്ട് ഞാൻ നിർത്തുന്നത്. ഇൻഷാ അല്ലാഹ് ഇത്ര ഇത് ചെയ്തിട്ട് പോയെങ്കിൽ മറ്റൊരു പിള്ളേർക്ക് വരാൻ ചാൻസ് കിട്ടില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ആഫിയത്തുടെ നോക്കുന്നത്. ആഫിയത്തുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വരുന്നത്. അയാളുടെ പൈസ ഒന്നും തരണ്ട, നിങ്ങൾ ഒരു 10 ആളെങ്കിൽ ഇരുന്നെങ്കിൽ മതി. ഞാനിങ്ങനെ എല്ലാ വെള്ളിയാഴ്ച പോയോണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് മുന്നത്തെ പോലൊന്നും കഴിയുന്നില്ല. അങ്ങനെ ഇന്നാലും ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ ഉറങ്ങുമ്പോൾ അവർക്കുണ്ട് ഉപ്പാൻ്റെ കിനാവ് വേണ്ട. ഉപ്പ പള്ളിന്ന് അറിയില്ല, പൊത്തു പോകാൻ വേണ്ടി തട്ടെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നൊരു കിനാവ് വേണ്ട. അങ്ങനെ ഓർമ്മയായിട്ട് അബ്ദുള്ളക്ക് ഞാൻ ഫോണാക്കിനാണ് ജുമാക്ക് ഞാൻ തരുന്നത്. എന്തെങ്കിലും ഒരു ഇഷാറത്തുണ്ടാവും. സ്വപ്നം എന്ന് പറഞ്ഞാല് നുബുവത്തിന്റെ 46 അംശം എന്നുള്ള ഒരംശയാണ്. 46 എന്ന് പറഞ്ഞത് റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടിയത് എത്ര കൊല്ലം? 40 കൊല്ലം റിസാലത്ത് കിട്ടി. അതിനുശേഷം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യത്തെ 15 മാസം 15 മാസം എന്തോ ഓർമ്മയുണ്ടല്ല, കിനാവ് കൊണ്ടിട്ട് റസൂലുള്ളാഹിക്ക് കണ്ടുകൊണ്ടായിരുന്നു. പിന്നെയാണ് ജിബ്രീൽ വരാൻ തുടങ്ങിയത്. അങ്ങനെ ഞമ്മക്ക് കിനാവ് കാണുന്നെങ്കിലും ആ നുബുവത്തിന്റെ ഒരു അംശത്തിൽപ്പെട്ടത് തന്നെയാണ്. അത് ഏത് കിനാവല്ല. നീ തൊന്നിട്ട് കേട്ടാ ഉസ്താദ് ഒരു കിനാവ് കൊണ്ടതിന്റെ ഒരു സിംഹന്റെ പായിച്ചോണ്ട് വന്ന് ഞാൻ പാഞ്ഞനല്ല. നീ എന്നല്ലേ പിക്ചർ നോക്കിയ? ഞാൻ മമ്മൂട്ടിന്റെ പിക്ചർ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊരു സിംഹം പാഞ്ഞത് കണ്ട് അത് അതേ കണ്ടില്ല. ഇതല്ല ശരിക്കുള്ള സ്വപ്നം എന്നറിഞ്ഞാല് രാത്രി നിസ്കരിച്ചിട്ടില്ല കിടന്നിട്ട് ആ കിടക്കന്റെ ക്രമ റസൂലുള്ള എങ്ങനെ പറയുന്ന പല ഭാഗത്ത് തന്നടിക്ക് കൈ വെച്ചിട്ട് അങ്ങനെ കിടന്നിട്ട് ആ കാണുന്ന സ്വപ്നയാണത്. ഈ മൂന്നാമത്തെ പിക്ചർ കണ്ടിട്ടൊന്നും ആവില്ല. അതുകൊണ്ടിട്ട് എല്ലാ ഓരോരോടും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു, ഈ സൂറത്തിനെ ഓതുന്ന സമയത്ത് ഇതിന്റെ വിഷയത്തിനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വന്നു. അതുകൊണ്ട് നീ ഒരു ആയത്തിനെ ഇങ്ങനെ ഓർമ്മിക്കല്ല. അള്ളാഹുവിന്റെ കെലിമാത്തുകൾ എന്നുള്ള ഒരു കെലിമത്തിനെ ഇങ്ങനെ ആലോചനാക്കല്
ഖൈറുല്ലക മിനദ് ദുനിയാ വമാ ഫിഹാ, ദുനിയാവും ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും ഖൈറാണത്. അതുകൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിബത്തിനെല്ലാം നന്നാക്കട്ടെ. പടച്ചവൻ തരാൻ ഞങ്ങളുടെ സാധുക്കളാണ്. എപ്പോഴാണ് ഞങ്ങൾക്കുള്ള മരണം നിശ്ചയിച്ചതെന്ന് നമുക്കറിയില്ല, എവിടെയാണെന്നറിയില്ല റഹ്മാനെ. അതുകൊണ്ട് ആ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ കലിമത്തിനെ ഓർമ്മയാക്കി തരണേ പടച്ചവനെ. നീ ആ കലിമയോടുകൂടെ മരിക്കാനുള്ള തൗഫീഖ് നീ ചെയ്യണേ പടച്ചവനെ. റഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.